മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെ വരവേൽക്കാനൊരുങ്ങുകയാണ് ദുബായ്. ലോകം ഇനി ദുബായിലേക്ക് ഒഴുകും. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് തുടക്കമാകുന്നു. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഈ മാസം 26 മുതൽ തുടങ്ങും. വിൽപ്പനയിലും സന്ദർശകരുടെ എണ്ണത്തിലും റെക്കോർഡ് നേട്ടം കൈവരിച്ച് ഓരോ വർഷവും മുന്നേറുന്ന ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് 26-നാണ് തുടക്കമാകുന്നത്. DSFന്റെ 25ാമത് പതിപ്പാണിത്. 2020 ഫെബ്രുവരി 1-ന് മേള അവസാനിക്കും. മേഖലയിലെ ഏറ്റവും മികച്ച ഷോപ്പിംഗ് മാമാങ്കത്തിൽ പങ്കെടുക്കാൻ പ്രമുഖ റീറ്റെയിൽ ഗ്രൂപ്പുകൾ സമഗ്ര പരിപാടികളുമായി പങ്കാളിത്തം ഉറപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 25 വർഷമായി DSEFുമായി സഹകരിക്കുന്ന ദുബായിലെ പ്രമുഖ റീറ്റെയിലർമാർ, മാൾ ഓപ്പറേറ്റർമാർ എന്നിവർ ദുബായ് ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് DFRയുമായുള്ള സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് ഉണ്ടായത്. മികച്ച വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ ദുബായിയുടെ സ്ഥാനം ഉയർത്താനും സന്ദർശകർക്ക് മികച്ച ഷോപ്പിംഗ് അനുഭവം നൽകാനും പൊതു സ്വകാര്യ മേഖലകളുടെ സഹായത്തോടെ മികച്ച സജ്ജീകരണങ്ങളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ ഒരുക്കുന്ന സാംസ്കാരിക പരിപാടികളും കാർണിവലുകളും മറ്റ് വിനോദ പരിപാടികളും മേളയുടെ തിളക്കം വർദ്ധിപ്പിക്കും. കുട്ടികൾക്കായി മാത്രം വിവിധ പരിപാടികളും അണിനിരത്തിയിട്ടുണ്ട്. ഷോപ്പിംഗ് മാളുകളും ഗ്ലോബൽ വില്ലേജുകളും ഒക്കെയാണ് എല്ലാ തവണത്തെയും പോലെ ഇത്തവണത്തെയും DSFന്റെ മുഖ്യ ആകർഷണം. ദുബായിലെ 18 പ്രമുഖ റീറ്റെയിലിംഗ് മാൾ ഗ്രൂപ്പുകളുടെ പിന്തുണ DSFനുണ്ട്. ലോകത്തെ പ്രമുഖ ഷോപ്പിംഗ് വിനോദ കേന്ദ്രമായി ദുബായിയെ മാറ്റുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നതിൽ അഭിമാനിക്കുന്നുവെന്ന് നഖീൽ മാൾസ് മാനേജിംഗ് ഡയറക്ടർ ഒമർ ഖൂരി പറഞ്ഞു. ഒരു വർഷത്തിനുള്ളിൽ DS സഫാരിയുമായുള്ള ബന്ധം വളർത്തിയെടുക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും ഒമർ പറയുകയുണ്ടായി. UAE, ബഹ്റിൻ, ഒമാൻ എന്നിവിടങ്ങളിലെ പ്രധാന ഷോപ്പിംഗ് മാളുകളുടെ മാനേജിംഗ് ഡയറക്ടർ ഫുവാദ് മൻസൂർ ഷറഫ്, ലാൻഡ്മാർക്ക് ഗ്രൂപ്പ് ചെയർമാനും CEOയുമായ രേണുക ജഗ്തിയാനി, അപ്പാരൽ ഗ്രൂപ്പ് ചെയർമാൻ നീലേഷ് വേദ്, GMG ഡെപ്യൂട്ടി ചെയർമാനും CEOയുമായ മുഹമ്മദ് എ ബേക്കർ, മറാസ് ചീഫ് മാൾസ് ഓഫീസർ സാലി യാക്കൂബ്, അൽഫുത്തൈം മാളുകളുടെ ഗ്രൂപ്പ് ഡയറക്ടർ തിമോത്തി എർണസ് തുടങ്ങിയവരും ലോകോത്തര ഷോപ്പിംഗ് വിനോദ കേന്ദ്രമെന്ന നിലയിൽ ദുബായിയുടെ മൂല്യത്തെ കൂടുതൽ ഉയർത്തിക്കാട്ടുന്നതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.